യുണൈറ്റഡ് നേഷൻസിൻ്റെ വാഹനങ്ങൾ അതിർത്തികൾ ഭേദിച്ചു കൊണ്ടിരിക്കുമ്പോഴും വെടിയൊച്ചകളുടെയും സ്ഫോടനങ്ങളുടെയും ഉരണ്ട ശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ ഇരമ്പലായി നീലിച്ചു. എവിടെയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പച്ചയായ മനുഷ്യർ, അവരുടെ നിഷ്കളങ്കമായ മുഖങ്ങൾ, ചേതനയറ്റ ശരീരങ്ങൾ സന്നദ്ധ പ്രവർത്തകർ എടുത്തു മാറ്റുമ്പോൾ അവർ എവിടെയെന്നോ ആരാണെന്നോ യാതൊരു തിരിച്ചറിവും ഉണ്ടായിരുന്നില്ല. കൂടപ്പിറപ്പുകളെ തെരഞ്ഞു നെട്ടോട്ടമോടുന്ന ഹതഭാഗ്യരായ കുറേ ജന്മങ്ങൾ. ആർക്കും ആരെയും സഹായിക്കാൻ കഴിയുന്നില്ല. വിലപിച്ച് നിലവിളിക്കുന്ന വികാരനിർഭരമായ കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ മനസ്സിനെ മരവിപ്പിച്ചു നിർത്തുന്നു. അസ്ഥിവാരമിളകിയ വാസസ്ഥലം ഭൂമി കുലുങ്ങി നിലം പരിശാക്കിയ അവസ്ഥയിലായിരുന്നു. അപ്പോഴും ആ നിമിഷവും പൈശാചികമായ കിരാതാക്രമങ്ങളുടെ ശേഷിപ്പുകൾ അവിടെ കാണാൻ സാധിച്ചിരുന്നു. യുദ്ധമുഖത്തെ ഓരോ അവസ്ഥയും വിവരണാതീതമായിരുന്നു. ഫുർഖാനിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു അന്നത്തെ സേവനം. ആയിരക്കണക്കിന് നിരാലംബരായ മനുഷ്യർ ഫുർഖാനിലെ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. കൃത്യമായ ഭക്ഷണം, മറ്റ് സൗകര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. മനസ്സിനും ശരീരത്തിനും മുറിവേറ്റ നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും അവിടെയുണ്ട്. പരിമിതമായ ചികിത്സ, യുദ്ധം തകർത്ത നേർസാക്ഷ്യം. അതായിരുന്നു ഫുർഖാൻ. ഫുർഖാൻ പോലെ ഒട്ടനവധി അഭയാർത്ഥി ക്യാമ്പുകൾ വേറെയുമുണ്ട്. എല്ലായിടത്തും പരിമിതമായ സന്നദ്ധ സേവനം മാത്രം. യുദ്ധ നിയമം എല്ലാറ്റിനും പരിധികളും നിയന്ത്രണങ്ങളും ഉണ്ടാക്കി. 3 നേരം ഭക്ഷണമെന്ന ദിനചര്യ യുദ്ധമുഖത്തുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഒരു തവണയെങ്കിലും കിട്ടിയാൽ ഒട്ടിയ വയറിന് ഒരൽപ്പം ആശ്വാസം. ഇവിടെ പരിഭവങ്ങളില്ല, പരാതികളില്ല. വല്ലാത്തൊരു കാഴ്ച തന്നെ. മാതാപിതാക്കൾ മക്കളെ തിരഞ്ഞും മക്കൾ മാതാപിതാക്കളെ തിരഞ്ഞും നെട്ടോട്ടമോടുന്ന ദാരുണമായ കാഴ്ച അതിദയനീയമായിരുന്നു. പക്ഷേ ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാവുന്ന അവസ്ഥയിലല്ല കാര്യങ്ങൾ. ഫുർഖാനിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഞെട്ടിച്ചു കളഞ്ഞത്. അതൊരു പട്ടണമായിരുന്നു, അത്യാവശ്യം ഭേദപ്പെട്ടൊരു ടൗൺ. പക്ഷേ അവിടെ ഒന്നും ബാക്കി വെച്ചിരുന്നില്ല. അവിടെ ഒരാൾ ഇരുന്ന് കരയുന്നു. കാര്യം അന്വേഷിച്ചപ്പോഴായിരുന്നു ആ മനുഷ്യൻ ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ച മുഴുവൻ സമ്പാദ്യവും ഒരൊറ്റ ബോംബിങ്ങിൽ ഇല്ലാതായത്. അങ്ങനെ ഒത്തിരി സംഭവങ്ങളാണ് കാഴ്ചകളിലൂടെ മിന്നിമറഞ്ഞു പോയത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴായിരുന്നു യുദ്ധത്തിൻ്റെ വ്യാപ്തി തിരിച്ചറിയാൻ സാധിച്ചത്. സൈക്കിൾ റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മതിലിനോട് ചേർന്ന് ഒരു കുഞ്ഞു ബാലൻ അവശനായി മതിൽ ചാരി ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. റിക്ഷ വലിക്കുന്ന ആളോട് നിർത്താൻ ആവശ്യപ്പെട്ടു. അയാൾ പാതയുടെ ഒരു ഭാഗത്ത് നിർത്തി. പാതയെന്നൊന്നും പറയാനില്ല, ഒരു പൊട്ടിപ്പൊളിഞ്ഞ പാത. അതൊക്കെ യുദ്ധം തകർത്തതാണെന്ന് റിക്ഷ വലിക്കുന്ന അയാൾ പറഞ്ഞു. റിക്ഷക്കാരന് ഒരു റിയാൽ കൊടുത്തുകൊണ്ട് നേരെ കൊച്ചു ബാലന്റെ അടുത്തേക്ക് ചെന്നു. ഒരു 11 വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊച്ചുമിടുക്കൻ, സുന്ദരനായ വെളുത്ത കുട്ടി. 2nd സ്റ്റാൻഡേർഡിലോ 4th സ്റ്റാൻഡേർഡിലോ ആയിരിക്കുമെന്ന് തോന്നുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിനെ വകവെക്കാതെ മതിലിനോട് ചേർന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ക്ഷീണിതനാണവൻ. അതിൻ്റെ അവശത ആ മുഖത്ത് പ്രകടമായിരുന്നു. ക്ഷീണത്താൽ ആ മതിലിനോട് ചാരിച്ചേർന്ന് ഉറങ്ങിപ്പോയിരുന്നു. പൊട്ടിയ വയറ് കണ്ടപ്പോഴേ തോന്നി
2 ദിവസമെങ്കിലും ആയി കാണും മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടെന്നോ. പരിസരത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. മെല്ലെ അവനെ ഉണർത്താൻ ശ്രമിച്ചു നോക്കി. ഒന്ന് തട്ടി വിളിച്ചപ്പോൾ മെല്ലെ കണ്ണു തുറന്നു. നിഷ്കളങ്കമായ ആ മുഖത്ത് അപ്പോഴും എന്തോ ഭീതി നിഴലിച്ചിരുന്നു. വല്ലാത്ത ഒരു ഭയം. തന്നെ കണ്ടിട്ടാണോ എന്നറിയില്ല. ഞാൻ ഒരു അപരിചിതനാണല്ലോ അവന്. എന്തോ ആദ്യമൊക്കെ വലിയ അടുപ്പം കാണിക്കാതിരുന്ന ദുൽഖർ എന്നോട് മെല്ലെ മെല്ലെ മെരുകാൻ തുടങ്ങി. ഞാൻ വീണ്ടും അവനോട് അവന്റെ വീട് അന്വേഷിച്ചു. അപ്പോൾ അവന്റെ കുഞ്ഞുമുഖം വാടി. അവന്റെ കുരുന്നു കൈവിരലുകൾ ദൂരെ അകലെയുള്ള ഒരു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലേക്ക് ചൂണ്ടി. ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എൻ്റെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു നീറ്റലുണ്ടാക്കി. ഒരു കെട്ടിട സമുച്ചയം നിലം പൊത്തി തരിശായി കിടക്കുന്നു. അവിടേക്ക് വിരൽ ചൂണ്ടി വിതുമ്പുന്ന ദുൽഖർ. ബാബ, ഉമ്മി എന്ന വിളിയും തന്നെ ഏറെ നൊമ്പരപ്പെടുത്തി. പോർ വിമാനങ്ങളിൽ നിന്നും ടൺ കണക്കിന് വീണ സ്ഫോടക വസ്തുക്കളാൽ പൊട്ടിച്ചിതറിത്തെറിച്ച ആ കെട്ടിടമായിരുന്നു ദുൽഖറിൻ്റെ വീട്. ഒരു ഫ്ലാറ്റ് സമുച്ചയം. ഇന്നവിടെ വെറും ശൂന്യം. അതിനടുത്തുള്ള ഏതാണ്ടെല്ലാ കെട്ടിടങ്ങളും നിലം പൊത്തിയിരുന്നു. ആ പരിസരത്തെങ്ങും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. എല്ലാ സ്ഥലവും പൂർണ്ണമായും ശൂന്യമായി കിടക്കുന്നു. അധിനിവേശകർ ഇട്ടെറിഞ്ഞുപോയ ഉപയോഗശൂന്യമായ ആയുധങ്ങളുടെയും വെടിയുണ്ടകളുടെയും അവശിഷ്ടങ്ങൾ എല്ലായിടത്തും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണാം. ആദ്യം ദുൽഖറിന് വെള്ളവും റൊട്ടിയും നൽകി. അവനത് ആർത്തിയോടെ ഭക്ഷിച്ചു. ഒത്തിരി ദിവസങ്ങളായി അവൻ ഭക്ഷണം കഴിച്ചിട്ടെന്ന് തോന്നി. അല്പം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ദുൽഖറിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവന്റെ പിതാവ്, മാതാവ്, കുടുംബം, അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചു. അതിനിടയിൽ അവന്റെ കണ്ണുകളിൽ ഈറനണിഞ്ഞു. സംസാരിക്കാൻ സാധിക്കാത്ത വിധം നൊമ്പരത്താൽ വിതുമ്പി. എങ്കിലും ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ അവൻ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. അന്നൊരു ദിവസം ദുൽഖറിന്റെ ജന്മദിനമായിരുന്നു. ബാബയുടെയും ഉമ്മയുടെയും ഏക മകൻ. ദുൽഖറിന്റെ ജന്മദിനം. ദമ്പതികൾക്കിടയിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം 12 വർഷത്തിന് ശേഷം കിട്ടിയ കുഞ്ഞായിരുന്നു അവൻ. ഇന്ന് 11 വയസ്സായി നിൽക്കുന്ന ദുൽഖർ. അവൻ ജനിച്ചതിന് ശേഷം എല്ലാ വർഷവും അവന്റെ പിറന്നാൾ ബാബയും ഉമ്മയും കൊണ്ടാടുമായിരുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി ഒരുപാട് കാലം നോവായി കാത്തിരുന്നു. ആഗ്രഹിച്ചു കിട്ടിയ കുഞ്ഞായതുകൊണ്ട് അവനെ ഒരുപാട് സ്നേഹിച്ചു വളർത്തിയതായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ജന്മദിനവും ആ 3 പേരടങ്ങുന്ന കുടുംബം അന്നും ആഘോഷപൂർവ്വം കൊണ്ടാടി. തൊട്ടടുത്ത് താമസിക്കുന്നവർക്കെല്ലാം മധുരം നൽകിയും മിഠായി കൊടുത്തും അവർ പിറന്നാൾ ആഘോഷിച്ചു. അതിനിടയിൽ കേക്ക് മുറിക്കാൻ പോകുന്ന സമയം ബാബയും ഉമ്മയും അയൽപ്പക്കത്തെ 2-3 കൊച്ചുകുട്ടികളും അവിടെ സന്നിഹിതരായ വേളയിൽ ദുൽഖർ തീൻമേശയ്ക്കരികിൽ വന്ന് കേക്ക് മുറിക്കാൻ തയ്യാറെടുക്കുമ്പോൾ പെട്ടെന്ന് ഉഗ്രശബ്ദത്തോടെ എന്തോ ഒന്ന്, ഒരു ഭീമാകാരമായ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇരുണ്ട നിറത്തിൽ ഒരു പുകപടലം, വലിയ ശബ്ദത്തോടെയുള്ള ഒരു കൂട്ട നിലവിളിയും അവിടെ ഉയർന്നു. പതർച്ചയോടെ നടുങ്ങിപ്പോയ ആ നിമിഷം ദുൽഖർ അവന്റെ ചെറുചുണ്ടിൽ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ അവന് പിന്നെ മറ്റൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നീട് അവൻ അഭയാർത്ഥി ക്യാമ്പിലെ ആശുപത്രിയിലായിരുന്നു. ബോധമുണ്ടെങ്കിലും മാനസിക നില തകരാറിലായ അവസ്ഥയിലായിരുന്നു. 3-4 ദിവസത്തെ പരിചരണം കഴിഞ്ഞതിന് ശേഷം
അവൻ അവിടെ നിന്നും വെളിയിലേക്ക് വന്നു. പക്ഷേ അവനെ പരിചരിച്ച ആ അഭയാർത്ഥി ക്യാമ്പും ആശുപത്രിയും പിന്നീട് അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ഇറങ്ങിയ അന്നത്തെ രാത്രി അവിടെ തീമഴ പെയ്ത് എല്ലാം ചാമ്പലായിരുന്നു. ആ തീ ആ തീനാളങ്ങൾക്കിടയിൽ നിന്നും ഒട്ടനവധി മനുഷ്യവിലാപങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു. അവൻ 11 വയസ്സുകാരനായ ദുൽഖർ പറഞ്ഞ കരളലിയിപ്പിക്കുന്ന കഥകൾ കേട്ടപ്പോൾ മനസ്സ് മരവിച്ചുപോയി. ഇപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു: അവൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ദുൽഖർ കരഞ്ഞു യാചിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രം. മറ്റൊന്നും അവന് വേണ്ട. എൻ്റെ മുമ്പിലും അവൻ്റെ കുഞ്ഞു മനസ്സ് കേഴുന്നത് അവൻ്റെ ബാബയ്ക്ക് വേണ്ടിയും ഉമ്മിക്ക് വേണ്ടിയും മാത്രം. അവനെ എന്തു പറഞ്ഞ് സമാശ്വസിപ്പിക്കണമെന്ന് യാതൊരു നിശ്ചയവുമില്ല. സ്വന്തം മാതാവിനെ നഷ്ടപ്പെട്ടതിലുള്ള അവൻ്റെ കുരുന്നു മനസ്സിൻ്റെ വേദന, അത് കാണുമ്പോൾ ഉള്ളം നീങ്ങിപ്പോകുന്നു. അവരെ എവിടെ അന്വേഷിക്കും? അവർ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നൊന്നും യാതൊരു ഉറപ്പും ഇല്ല. ദുൽഖർ അവൻ്റെ കുരുന്നു മനസ്സിൽ അവൻ്റെ ബാബയും ഉമ്മയും എവിടെയാ ഉണ്ടെന്നുള്ള സമാധാനത്തിലാണ്. അവരെ കാണും എന്ന പ്രത്യാശ അവനിൽ എന്തോ അവനെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ തൻ്റെ മനസ്സനുവദിച്ചില്ല. അവൻ തൻ്റെ കൂടപ്പിറപ്പോ രക്തബന്ധുവോ ഒന്നുമല്ല. എങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് അവൻ തൻ്റെ ഹൃദയം കീഴടക്കിയിരുന്നു. അവന് അവൻ്റെ നഷ്ടപ്പെട്ടുപോയ രക്ഷിതാക്കളെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് തൻ്റെ ആത്മാവ് തന്നോട് പറയുന്നത് പോലെ തോന്നി. 11 വയസ്സ് മാത്രം പ്രായമായ അവന് ഉറച്ച നിശ്ചയമുണ്ട്: അവൻ്റെ മാതാപിതാക്കൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന്. വരും വരായികകൾ ഒന്നും ചിന്തിക്കാതെ ഞാൻ അവൻ്റെ കൈകൾ കവർന്ന് അവനെയും കൊണ്ട് അവിടെ നിന്നും മുന്നോട്ട് നടന്നു. വെറും 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ മാത്രമാണ് യുദ്ധമുഖത്തുള്ളത്. അതിനുശേഷം വീണ്ടും മാരകമായ യുദ്ധം ആരംഭിക്കും. അതിനു മുമ്പ് ദുൽഖറിന് അവൻ്റെ മാതാപിതാക്കളെ കണ്ടെത്താൻ സഹായിക്കണം. അത് കഴിഞ്ഞാൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാടണയണം. ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് തീരുമാനിച്ചു. ഇനിയുള്ള വഴികൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ തിരച്ചിലാണ്. കുറച്ച് ദുർഘടമായ ജോലിയാണ്. എങ്കിലും അത് തൻ്റെ കർത്തവ്യമാണെന്നുള്ള ബോധം ഉള്ളിൽ നിയലിച്ചു. തന്നോടൊപ്പമുള്ള യാത്ര അവനൊരു പ്രതീക്ഷയായിരുന്നു. അവൻ്റെ ഉള്ളിലെ കത്തുന്ന കനലുകളെ അണക്കാനുള്ള പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷകൾ കെട്ടുപോകുന്ന തരത്തിലായിരിക്കരുതേ എന്നാണ് സർവേശ്വരനോടുള്ള തൻ്റെ പ്രാർത്ഥന. സന്നദ്ധ സേവകരുടെ വാഹനത്തിൽ കയറുമ്പോൾ ദുൽഖറിൻ്റെ മുഖത്തെ സന്തോഷം തന്നെ നൊമ്പരപ്പെടുത്തി കളഞ്ഞു. അവൻ്റെ ഉള്ളിലെ അപ്പോഴത്തെ ഏറ്റവും വലിയ മോഹം അവൻ്റെ മാതാപിതാക്കളായിരുന്നു. അവൻ ഏറെ സ്നേഹിക്കുന്ന അവൻ്റെ എല്ലാമായിരുന്നു. ഒരു വേള ഞാൻ ഓർത്തുപോയി യുദ്ധം ബാക്കി വെക്കുന്ന ചില ഹതഭാഗ്യരെക്കുറിച്ച്, അവരുടെ പ്രതീക്ഷകളെക്കുറിച്ച്. സ്വയം ക്ഷപിച്ചു. ആ സമയം ഞാൻ പറഞ്ഞത് ഒരു ദുൽഖറിൻ്റെ കഥ. ഇതുപോലെ എത്രയെത്ര മുറിപ്പെടുത്തുന്ന കഥകൾ. പക്ഷേ കൂടുതൽ കഥകളിലേക്ക് കടന്നു എന്നാൽ ഒരു പക്ഷേ നമ്മുടെ കഥ അവസാനിക്കും. അത്രയ്ക്ക് ഭീതിതമാണ് എല്ലായിടവും. അതറിയാൻ ശ്രമിച്ചാൽ നമ്മുടെ ഹൃദയത്തിന് താങ്ങാൻ സാധിക്കാത്ത വിധം നമ്മുടെ നൊമ്പരം നിയന്ത്രിതമല്ലാതാവും. അത്രയ്ക്കും ഹൃദയഭേദകമായ കാഴ്ചകളാണ് എവിടെയും. പല അഭയാർത്ഥി ക്യാമ്പുകളിലും ആശുപത്രികളിലും താൻ ദുൽഖറിനെയും കൂട്ടി സന്ദർശനം നടത്തി. പക്ഷേ അവൻ്റെ ബാബയെയും ഉമ്മിയെയും കണ്ടെത്താൻ ആ യാത്രയിൽ എവിടെയും സാധിച്ചില്ല. ഓരോ ദിനവും കടന്നു പോകുമ്പോഴും തൻ്റെ ഉള്ളിൽ ഭയം തളം കെട്ടിക്കൊണ്ടിരുന്നു. അത് തന്നെയോർത്തായിരുന്നില്ല. 11 വയസ്സ് മാത്രം പ്രായമുള്ള
ദുൽഖറിനെ ഓർത്തു മാത്രം. വെടിനിർത്തൽ അവസാനിക്കുമ്പോൾ സന്നദ്ധ സേവകർ സ്വയം രക്ഷാർത്ഥം പല സ്ഥലങ്ങളിലായി സ്വന്തം സുരക്ഷയ്ക്ക് മുൻഗണന നോക്കണം. ആ സമയം തനിക്ക് ഒരിക്കലും അവനെ ശ്രദ്ധിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവനെ എവിടെയെങ്കിലും ഉപേക്ഷിക്കേണ്ടി വരും. അതോർത്തപ്പോൾ മനസ്സ് വല്ലാതെ പിടഞ്ഞു. പക്ഷേ ഞാൻ അവൻ്റെ മുമ്പിൽ ആ ഭാവമൊന്നും പ്രകടിപ്പിക്കാൻ നിന്നില്ല. ഉടയോൻ എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കില്ല എന്നോർത്ത് സമാധാനിച്ചു. ദിവസങ്ങൾ ഓരോന്നായി കടന്നു പോകുമ്പോഴും എന്തോ മനസ്സിനെ വലക്കുന്ന ഓരോ ആലോചനകളാണ്. അന്നൊരു അഭയാർത്ഥി ക്യാമ്പിൽ പോയപ്പോൾ കണ്ട കാഴ്ച കണ്ണുകളിൽ നിന്നും മനസ്സിനകത്തു നിന്നും മാറുന്നില്ല. ഉറ്റവരും ഉടയവരും ഇല്ലാത്ത ഒരു പറ്റം കുട്ടികൾ പഴകിയ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ദയനീയമായി ഞങ്ങളെ നോക്കുന്ന ഒരു പറ്റം കുരുന്നുകൾ, അവരുടെ ഉടയവരെയോ ഉറ്റവരെയോ തിരയുന്ന അവർക്കിടയിലെ തുറിച്ച കണ്ണുകൾ, പരമദയനീയമായ കാഴ്ചകൾ. ഒത്തിരി ഓർത്തെടുക്കാനുണ്ട്, പക്ഷേ അതിന് മുതിരുന്നില്ല. ഇന്ന് രാത്രി നിർണായകമാണ്. നാളെ ഒരു അഭയാർത്ഥി ക്യാമ്പ് കൂടി സന്ദർശിക്കുന്നുണ്ട്. ദുൽഖർ അവൻ്റെ ഉറക്കമൊഴിഞ്ഞ രാവുകൾക്ക് ഒരന്ത്യമുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശയവിനിമയ സംവിധാനങ്ങൾ പാടെ നിശ്ചലമായതിനാൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുകയാണ്. ഈ അവസരത്തിൽ ഒറ്റ പ്രാർത്ഥന മാത്രം, രക്ഷയുണ്ടാവണേ എന്ന് മാത്രം. ഷെഡിനകത്ത് ഒരു മൂലയിൽ ദൈവത്തിനു മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ദുൽഖർ. അവൻ പ്രാർത്ഥനയിലാണ്. അവൻ്റെ മാതാപിതാക്കളെ കണ്ടെത്താനുള്ള പ്രാർത്ഥനയിൽ. ഒരുപക്ഷെ അവൻ്റെ കാത്തിരിപ്പിൻ്റെ അവസാന ദിവസമായിരിക്കും നാളെ. എല്ലാം ഉള്ളിലിട്ട് നുറുങ്ങുന്ന ഹൃദയവുമായി സർവേശ്വരന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ദുൽഖർ. അതിരാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ക്യാമ്പിൽ നിന്നും കിട്ടിയ പുതുവസ്ത്രവും ധരിച്ച് ദുൽഖർ ഉണർന്നിരിക്കുന്ന കാഴ്ചയാണ് നേരം പുലരുമ്പോൾ കാണുന്നത്. അവൻ നേരത്തെ തന്നെ ഉണർന്നിട്ടുണ്ടാവണമെന്ന് കരുതി. അവൻ്റെ മുഖത്തെ അപ്പോഴത്തെ ആകാംക്ഷ ഒരു പ്രതീക്ഷ പോലെ അവൻ്റെ മുഖത്ത് നിഴലിച്ചിരുന്നു. പിന്നെ വേഗം പുറപ്പെടാനുള്ള ഒരുക്കത്തിലായി ഞങ്ങൾ. 9 മണിക്ക് അവിടെ നിന്നും വാഹനങ്ങൾ പുറപ്പെടും. ഷെഡിൽ കുറച്ചു പേരുണ്ട്. എല്ലാവരും തന്നെ പോലെ സന്നദ്ധരാണ്. പക്ഷേ അവരെല്ലാം ഒറ്റയ്ക്കാണ്. എന്നാൽ തന്നോടൊപ്പം ഒരു കൊച്ചു കൂട്ടുകാരനുണ്ട്, ദുൽഖർ. ചിലരൊക്കെ തന്നെ ഉപദേശിച്ചിരുന്നു, എന്തിനാണ് ഓരോ മാറാപ്പ് തലയിലെടുത്തു വെക്കുന്നത് എന്ന്. പക്ഷേ എന്തോ എനിക്കപ്പോൾ അവർ പറയുന്നതൊന്നും വലിയ ഗുണകാംക്ഷയാണെന്ന് തോന്നിയില്ല. കൃത്യം 9 മണിക്ക് തന്നെ അന്താരാഷ്ട്ര സന്നദ്ധ സേനയുടെ വാഹനം ഷെഡിനടുത്ത് വന്നു. ഓരോരുത്തരായി സന്നദ്ധ ഭടന്മാർ വാഹനത്തിൽ കയറിക്കൊണ്ടിരുന്നു. ഒപ്പം ഞങ്ങളും. ഇതേതാ ബിലാലെ ഈ പയ്യൻ, എവിടുന്ന് കിട്ടി? എൻ്റെ കൂടെ ദുൽഖറിനെ കണ്ടപ്പോൾ കൂട്ടത്തിലെ സന്നദ്ധ സേവകൻ ആകാംക്ഷയോട് ചോദിച്ചു. അവരുടെ ചോദ്യത്തിന് വിശദീകരണം കൊടുത്തപ്പോൾ അവരും ഉപദേശമാണ്. ഡാ, വേണ്ടാത്ത വയ്യാവേലയൊന്നും തലയിലെടുത്തു വെക്കണ്ട, പണി കിട്ടും. ഓരോരുത്തരുടെയും ഉപദേശങ്ങൾ വന്നു തുടങ്ങി. പക്ഷേ അതിനൊന്നും തൽക്കാലം മറുപടി കൊടുക്കാൻ നിന്നില്ല. നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഇപ്പോൾ മുമ്പിൽ. വാഹനത്തിൽ സൈഡ് സീറ്റിലിരുന്ന് പുറംകാഴ്ചകൾ നോക്കിയിരിപ്പാണ് ദുൽഖർ. നാട്ടിൽ തനിക്കുമുണ്ടൊരു മകൻ. അവൻ്റെ ഏതാണ്ടൊരു ഛായയുണ്ട് അവന്. മണലാരണ്യത്തിലൂടെ വാഹനം മറ്റൊന്നിനെയും വകവെക്കാതെ മുന്നോട്ട് കുതിച്ചു. ഇപ്പോഴുള്ള സ്ഥലത്തു നിന്നും ഏതാണ്ട് ഒരു 20 കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഫെറിക്കോ എന്ന സ്ഥലത്തുള്ള ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്കാണ് നമ്മുടെ യാത്ര. ആ കേന്ദ്രത്തിൽ ആശുപത്രി സംവിധാനവും ഒരുക്കിയിരുന്നു. അവസാന കച്ചിത്തുരുമ്പ് എന്ന നിലയിൽ ദുൽഖറിൻ്റെ മാതാപിതാക്കളെ തിരഞ്ഞുള്ള അവസാന യാത്ര. യാത്രക്കിടയിൽ അവൻ കൈ ചേർത്ത് വെച്ച് എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. അതവൻ്റെ ഉമ്മിയെയും ബാബയെയും കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നെന്ന് എനിക്ക് തോന്നി. അവൻ്റെ ഉള്ളിലെ പ്രത്യാശ അണഞ്ഞു പോകരുതേ എന്ന് ഞാനും പ്രാർത്ഥിച്ചു.
ദുർഘടമായ പൊട്ടിത്തകർന്ന പാതയിലൂടെയുള്ള സഞ്ചാരം വാഹനത്തിൻ്റെ വേഗത കുറച്ചു. യുദ്ധം വരുത്തിവെച്ച വിനാശകരം കേട്ടതിനേക്കാൾ മാരകമായിരുന്നു. ഇനിയൊരു പുനരുദ്ധാരണത്തിന് ദശകങ്ങൾ എടുക്കും. പൂർണ്ണമായി തകർന്ന പാതകളും കെട്ടിട സമുച്ചയങ്ങളും പാർപ്പിട സംവിധാനങ്ങളും കാണുന്നവർക്ക് നൊമ്പര കാഴ്ചകളാണ്. സോളമാന്യയിൽ നിന്നും പശ്ചിമ രാഷ്ട്രത്തിലേക്കുള്ള ചുവടുമാറ്റം വെല്ലുവിളികൾ നിറഞ്ഞതും അപകടം പിണഞ്ഞതുമാണെന്ന് ഞങ്ങൾ സന്നദ്ധ പ്രവർത്തകർക്ക് തോന്നി. അവിടുത്തെ യുദ്ധം ഗറില്ല യുദ്ധമാണ്. പക്ഷേ ഫുർഖാനിൽ യുദ്ധം അങ്ങനെയായിരുന്നില്ല. ഫുർഖാനിൽ ആകാശമാർഗവും കരമാർഗവുമുള്ള യുദ്ധമാണ്. അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പോരാട്ടം, നിരപരാധികളുടെ ജീവൻ ബലികൊടുക്കേണ്ടി വരുന്ന യുദ്ധം. ആരുടെയും ജീവനുകൾ എപ്പോൾ വേണമെങ്കിലും കവർന്നെടുക്കപ്പെടാം. അതാണ് ഫുർഖാനിലെ സാഹചര്യം. യാത്രയ്ക്കിടയിൽ ഓരോന്നോർത്തെടുത്ത് വെറുതെ മനസ്സിൽ കനലുകൾ കൂട്ടി. ഫെറീക്കോ ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ പട്ടണമായിരുന്നു. മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. യുദ്ധം വലിയ വിനാശം വരുത്തിവെക്കാതിരുന്ന പ്രദേശം. അതിനൊരു കാരണവുമുണ്ട്. തൊട്ടടുത്ത രാജ്യം അത്ര മോശക്കാരല്ല എന്നത് തന്നെ. ഏതെങ്കിലും തരത്തിൽ അവരുടെ പ്രദേശത്ത് ഒരു മുട്ടുസൂചി വീണാൽ പോലും അവർ വെറുതെ ഇരിക്കില്ല. ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ കൊച്ചുപട്ടണം. വാഹനം ഏതാണ്ട് ഫെറിക്കോയിൽ എത്താറായി. ഒട്ടകങ്ങളും മാടുകളും പാതയിലും തൊടികളിലും ധാരാളമായി കാണപ്പെട്ടു. കർഷകർ കൂടുതലുള്ള സ്ഥലമാണ് ഫെറീക്കോ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ലോഹർബാഗ് വെളി ആരംഭിക്കുമ്പോഴേക്കും വാഹനം ഫെറീക്കോ അഭയാർത്ഥി കേന്ദ്രത്തിലെത്തി. അവിടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവിടുത്തെ UN അഭയാർത്ഥി ക്യാമ്പ് നിയന്ത്രിക്കുന്ന മുദീർ അവിടെ തന്നെയുള്ള ഒരു അറബിയായിരുന്നു. അയാളോട് വന്ന കാര്യം പറഞ്ഞു. ഒരു മുരടനായ മനുഷ്യനായിരുന്നു അയാൾ. അയാളുടെ സ്വഭാവത്തിൽ അത് പ്രകടമായിരുന്നു. ദുൽഖറിൻ്റെ മാതാപിതാക്കളുടെ പ്രൂഫ് ആണ് അയാൾ ആദ്യം ചോദിച്ചത്. ഫോട്ടോയോ അല്ലെങ്കിൽ ഐഡിയോ അങ്ങനെ എന്തെങ്കിലും. പക്ഷേ അവൻ്റെ കയ്യിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് ആളുകളുള്ള ക്യാമ്പാണെന്ന് അയാൾ ഞങ്ങളോട് പറഞ്ഞു. ശരിയാണ്, ഏക്കർ കണക്കിന് സ്ഥലത്ത് അന്താരാഷ്ട്ര ഏജൻസികളുടെ നിയന്ത്രണത്തിലുള്ള അഭയാർത്ഥി ക്യാമ്പാണതെന്ന് നമുക്ക് മനസ്സിലായി. എങ്കിലും അയാൾ ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, അല്പം പ്രയാസമുണ്ടെങ്കിലും അവരെ കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. അവന് വേണ്ടി അയാളോട് ഒരുപാട് കീണപേക്ഷിച്ചെങ്കിലും അയാൾ യാതൊരു മഹാമനസ്കതയും കാണിച്ചിരുന്നില്ല. അവസാന നിമിഷം ദുൽഖറിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അവരത് വാങ്ങിവെച്ചു. ഒപ്പം അവൻ്റെ അഡ്രസ്സും കൊടുത്തു. ഞങ്ങൾ ആ ക്യാമ്പിൽ നിന്നും മടങ്ങുമ്പോൾ ദുൽഖർ കവാടത്തിൽ നിന്നും അഭയാർത്ഥി ക്യാമ്പിലേക്ക് നിറകണ്ണുകളോടെ നോക്കി. അവൻ്റെ കുരുന്നുമീകളിൽ നിന്നും അപ്പോൾ ചുടുകണ്ണീർ പൊഴിഞ്ഞു വീഴുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവൻ്റെ സങ്കടത്തിന് മുമ്പിൽ ഞാൻ പതറാതെ നിന്നു. കാരണം അതൊരു പക്ഷേ അവൻ്റെ സങ്കടത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവൻ മെല്ലെ മെല്ലെ ആ ക്യാമ്പിന് പുറത്തേക്ക് പ്രവേശിച്ചു. പിന്നാലെ ഞാനും. അവൻ ഒന്നും പ്രതികരിക്കുന്നില്ല. എന്തോ അവൻ വലിയ പ്രതീക്ഷയോടെയായിരുന്നു അവിടേക്ക് വന്നത്. ആ മുഖത്തെ മ്ലാനതയും സങ്കടവും കണ്ടപ്പോൾ അവൻ ഏത് നിമിഷവും വിതുമ്പിപ്പോകുമെന്ന അവസ്ഥയിലായിരുന്നു. അവനെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. അവനെയും കൊണ്ട് തിരിച്ചു പോകുമ്പോൾ മരണവീട്ടിലേക്ക് പോകുന്ന പ്രതീതിയായിരുന്നു. ശരിയാണ്, അവൻ്റെ ഇളം മനസ്സ് മരവിച്ചു മരിച്ചിരിക്കുന്നു. തിരിച്ച് ഫുർഖാനിൽ വാഹനം എത്തുമ്പോഴേക്കും സമയം വൈകുന്നേരം ആവാറായിരുന്നു. ഷെഡിലേക്ക് പോകാൻ പുറപ്പെടുമ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയതായിരുന്നു. അവൻ ദുൽഖർ അവിടെ മുന്നോട്ട് നീങ്ങാതെ നിസ്സഹായനായി നിൽക്കുന്നു. ഞാൻ മെല്ലെ അവൻ്റെ അടുത്ത് ചെന്നു. എന്താ നിന്നു കളഞ്ഞത്? ആദ്യമായി എൻ്റെ പതിഞ്ഞ സ്വരം പുറത്തേക്ക് വന്നു. പെട്ടെന്നവൻ എന്നെ ചേർത്ത് പിടിച്ച് നിർത്താതെ വാവിട്ട് കരയാൻ തുടങ്ങി. നൊമ്പരപ്പെടുത്തുന്ന കുരുന്നു നിലവിളി. അത് കണ്ട് എൻ്റെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പി. അങ്ങനെ അവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഷെഡിലേക്ക് പോയി. വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം. ശത്രു സൈന്യം
ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ തയ്യാറെടുത്തു തുടങ്ങി. പശ്ചിമരാഷ്ട്ര സേന ഒളിയുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഗറില്ല സേനകൾ ടണലുകളെ ഒളിസാങ്കേതികമാക്കി നീങ്ങുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഫുർഖാൻ വിടാനൊരുങ്ങി അന്താരാഷ്ട്ര സന്നദ്ധ സേവകർ. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. എൻ്റെ ഡ്രസ്സും ആവശ്യത്തിനുള്ള സാധനങ്ങളും എടുത്തു വെച്ച് പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. മറ്റന്നാൾ വെടിനിർത്തൽ അവസാനിക്കുമെന്ന വിളംബരം വന്നു. മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചു തുടങ്ങിയപ്പോഴേക്കും ശത്രുരാജ്യം തനി കോണം കാണിച്ചു. സന്നദ്ധ സേവകർ ഓരോരുത്തരായി വാഹനങ്ങളിൽ സീറ്റുകൾ ഉറപ്പിച്ചു. പുറപ്പെടാനുള്ള ഓർഡർ വരുമ്പോൾ പിന്നെ ഒരു നിമിഷം വൈകില്ല. നമ്മുടെ ഒരുക്കങ്ങൾക്കിടയിൽ ഒരാൾ ഒരു മൂലയിൽ മൗനമായി വിഷമത്തോടെ ഇരിക്കുകയാണ്. അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇനിയുള്ള അവൻ്റെ സംരക്ഷണം ആരേറ്റെടുക്കും? മനസ്സിനെ വലച്ചു കളയുന്ന ഓരോ ചിന്ത. വേണ്ട, ഒന്നും ഓർക്കണ്ട, ഒക്കെ മറന്നു കളയാം. ഞാൻ പിന്നെ ഒന്നും ഓർക്കാൻ നിന്നില്ല. അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് വയർലെസ്സിൽ ഒരു മെസ്സേജ് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. അതൊരു സന്ദേശമായിരുന്നു. കേൾക്കാൻ കൊതിച്ച സന്തോഷ വാർത്ത. എൻ്റെ മുഖത്ത് ആ സമയം സന്തോഷത്തിൻ്റെ പൂത്തിരി ചിതറി. ഞാൻ പിന്നെ പരിസരം മറന്നു. ദുൽഖറിനെ വാരിപ്പുണർന്നു. പെട്ടെന്ന് അവനും അന്താളിച്ചു. അവൻ്റെ മാതാപിതാക്കളെ കണ്ടെത്തിയിരിക്കുന്നു. ആ വാർത്ത കേട്ട എല്ലാവരുടെയും മുഖത്ത് സന്തോഷം അളവറ്റു. അതിരറ്റ ഞങ്ങളുടെ സന്തോഷം കണ്ട് നമ്മുടെ ഒപ്പമുള്ള മുഴുവൻ സന്നദ്ധ സേവകരും ആഹ്ലാദം പ്രകടിപ്പിച്ചു. മറ്റന്നാൾ വെടിനിർത്തൽ അവസാനിക്കുന്നു. നമ്മുടെ വാഹനം സന്നദ്ധ സേവകരെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ വീണ്ടും ഫെറിക്കോയിൽ പോകുന്നു. അവിടെ ആ അഭയാർത്ഥി ക്യാമ്പിൽ നമ്മൾ ദുൽഖറിനെ അവൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു. ആ ഒരു സന്തോഷ നിമിഷവും പങ്കിട്ടുകൊണ്ടായിരിക്കും നമ്മുടെ തുടർ യാത്ര. ദുൽഖറിനെയും കൂട്ടി ഞാൻ വേഗം തന്നെ വാഹനത്തിൽ സീറ്റ് ഉറപ്പിച്ചു. അവൻ വലിയ സന്തോഷത്തിലാണ്. ഒരുപാട് ദിവസത്തെ കണ്ണീർ കയത്തിൽ നിന്നും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് ആകാംക്ഷപൂർവം വാഹനം പുറപ്പെടാനുള്ള ഓർഡർ വരുന്നതും കാത്ത് ഞങ്ങൾ വാഹനത്തിൽ കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും സമയം ചിലവഴിച്ചു. സായം സന്ധ്യയോടടുത്ത സമയം. നമ്മുടെ പരിസരത്തൊന്നും സിവിലിയന്മാർ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ നിമിഷം പുറപ്പെടാനുള്ള ഓർഡർ വന്നു. അങ്ങനെ ഓരോരുത്തർ അവരുടെ ലഗേജുകൾ മറ്റ് സാധനങ്ങളൊക്കെ വാഹനത്തിനകത്ത് എടുത്തു വെച്ചുകൊണ്ട് ഓരോരുത്തരുടെയും സീറ്റുകളിൽ വന്നിരുന്നു. അരമണിക്കൂറിന് ശേഷം നമ്മുടെ വാഹനം ഞങ്ങളെയും കൊണ്ട് ഫെറിക്കോ അന്താരാഷ്ട്ര ബോർഡറിലേക്ക് കുതിച്ചു. തൻ്റെ മാറോട് ചേർന്ന് സീറ്റിനരികിൽ ചെരിഞ്ഞു കിടക്കുന്ന ദുൽഖർ ഇനി കുറഞ്ഞ സമയം മാത്രം തന്നോടൊപ്പം ഉണ്ടാവും. ഞാൻ അവനറിയാതെ അവൻ്റെ ശരീരത്തിൽ തലോടി. എന്തോ വളരെ കുറച്ച് ദിവസം കൊണ്ടവൻ തൻ്റെ മനസ്സിൽ നൊമ്പരമായി ഇടം പിടിച്ചിരുന്നു. ഇപ്പോഴും ആ സഹതാപം മനസ്സിൽ നിന്നും മാഴാതെ കിടക്കുന്നു. ആദ്യമായി ദുൽഖറിനെ കണ്ട ആ നിമിഷം എല്ലാം മനസ്സിൽ തിളച്ചു മറിഞ്ഞു. ഒരുപക്ഷെ അവൻ്റെ മാതാപിതാക്കളോടൊപ്പം ചേരുന്നതോടെ ഇനി അവനെ ഒരിക്കലും കാണാൻ കഴിയില്ലല്ലോ എന്നോർത്തിട്ടായിരിക്കാം ഉള്ളമൊരു പിടച്ചിൽ. എങ്കിലും നമ്മുടെ ദുഃഖത്തേക്കാൾ അവൻ്റെ വേദനയാണ് അവസാനിക്കേണ്ടതെന്ന തിരിച്ചറിവിൽ അല്പം ആശ്വാസം പ്രകടമായി. അർദ്ധരാത്രി ഞങ്ങൾ സഞ്ചരിച്ച വാഹനം ഫെറിക്കോയിലെത്തി. അണഞ്ഞുകിടക്കുന്ന വിളക്കുകൾ ആ കൊച്ചു പട്ടണത്തെ ഇരുട്ടിൽ മൂടിയിരുന്നു. തൻ്റെ മാറോട് ചേർന്ന് മയങ്ങിപ്പോയ ദുൽഖറിനെ ഉണർത്തേണ്ടെന്ന് കരുതി അല്പം കൂടി അവൻ അങ്ങനെ കിടക്കട്ടെ എന്ന് എനിക്കും തോന്നി. പുലർച്ചെ വരെ വാഹനം ഫെറിക്കോയിൽ തുടരും. പ്രഭാതം ആരംഭിക്കുമ്പോഴേക്കും ബോർഡർ കടക്കും. അതിർത്തി കടക്കുന്നതിന് മുമ്പ് ദുൽഖറിനെ ക്യാമ്പിലേക്ക് വിടണം. അവിടെ ഇറങ്ങാനൊന്നും ഇനി പറ്റില്ല. വാഹനം ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കില്ല. റൂൾസ് അങ്ങനെയാണ്. അല്പം ഓരോന്നോർത്തുകൊണ്ട് മയങ്ങിപ്പോയി. ഫജർ ബാങ്കിൻ്റെ വിളി കേട്ടാണ് പിന്നെ
മയക്കത്തിൽ നിന്നും ഉണർന്നത്. ദുൽഖറിനെ തോളിൽ തട്ടി ഉണർത്തി. അപ്പോഴാണ് അവൻ അറിയുന്നത് ഫെറീക്കോ എത്തിയെന്ന്. അപ്പോൾ അവൻ്റെ മുഖം തെളിഞ്ഞു. പ്രഭാത പ്രാർത്ഥനക്കായി പോകുമ്പോൾ അവനിൽ വല്ലാത്തൊരു ഉത്സാഹവും കാണാനിടയായി. എല്ലാം അവൻ്റെ ബാബയെയും ഉമ്മിയെയും കാണാനുള്ള ആകാംക്ഷ കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് ആരാധനാലയത്തിൽ നിന്നും മടങ്ങുമ്പോൾ ഞാൻ ദുൽഖറിനെ മാറോട് ചേർത്ത് പിടിച്ചു. അവന് അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകാനും എനിക്ക് അതിർത്തി കടക്കാനുമുള്ള സമയവും ആഗതമായിരിക്കുന്നു. ഡാ മോനോ ദുൽഖർ, ഞാൻ അവനെ സ്നേഹത്തോടെ അങ്ങനെ വിളിച്ചു. ഞാൻ അങ്ങനെ വിളിക്കുമ്പോൾ അറിയാതെ എന്നോട് വിതുമ്പിപ്പോയി. അവനത് മനസ്സിലായി. അവൻ തൻ്റെ മുഖത്ത് അവൻ്റെ കുഞ്ഞു കരങ്ങൾ കൊണ്ട് തലോടി. അവൻ്റെ കണ്ണുകളപ്പോൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ഇനി നമ്മൾ കാണുമോ? അവൻ്റെ മുഖത്തു നോക്കി ഞാനത് ചോദിച്ചപ്പോൾ അവൻ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇക്കേ, ഞാൻ ഒരിക്കലും മറക്കില്ല, മരണം വരെ. അവൻ്റെ വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോഴേക്കും വാഹനത്തിൻ്റെ ഓൺ മുഴങ്ങി. ഞങ്ങൾക്ക് അതിർത്തി കടക്കാൻ സമയമായി. പുറത്തുള്ള സന്നദ്ധ സേവകർ ഓരോരുത്തരായി വാഹനത്തിൽ കയറി തുടങ്ങി. ദുൽഖറിനെ ഒരിക്കൽ കൂടി മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് യാത്ര ചോദിച്ചു. ആ നിമിഷം രണ്ടുപേർക്കും കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് വാഹനത്തിനകത്തുള്ള സന്നദ്ധ സേവകരുടെയും കണ്ണുകൾ നിറഞ്ഞു. വാഹനം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ വാഹനത്തിൻ്റെ ഡോറിനരികിൽ നിന്നുകൊണ്ട് അവനെ വിഷ് ചെയ്തു. അവൻ തിരിച്ചു. അങ്ങനെ നമ്മുടെ വാഹനം മെല്ലെ മെല്ലെ ബോർഡറിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ദുൽഖർ അഭയാർത്ഥി ക്യാമ്പിലേക്കും. പെട്ടെന്നാണ് അവിടെ ഓർക്കാപ്പുറത്തൊരു പൊട്ടിത്തെറി ശബ്ദം കേട്ടത്. വലിയ മുഴക്കത്തോടെയുള്ള കിടുങ്ങുന്ന മാരകമായ ശബ്ദം. കാതുകളിൽ അതിൻ്റെ പ്രകമ്പനം തുളച്ചുകയറി. ആദ്യം അതൊരു ഭൂമി കുലുക്കം പോലെയാണ് അനുഭവപ്പെട്ടത്. ആളിപ്പടർന്ന അഗ്നിഗോളം കണ്ടപ്പോഴാണ് അതൊരു സ്ഫോടനമാണെന്ന് തിരിച്ചറിഞ്ഞത്. ഞങ്ങൾ വാഹനത്തിൽ നിന്നും ഭീതിയോടെ ആ സ്ഫോടനം നടന്ന ഭാഗത്തേക്ക് നോക്കി. ആളിപ്പടരുന്ന അഗ്നികുണ്ഡം അത് തീമഴയായി ഫെറിക്കോയിലെ അഭയാർത്ഥി ക്യാമ്പിനെ വിഴുങ്ങുകയാണ്. എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന സന്നദ്ധ സേവകരും ആ കാഴ്ച കണ്ട് അമ്പരന്നു. അവിടമാകെ വിലാപമായ നിലവിളികൾ ഉയർന്നു. ഞങ്ങളുടെ വാഹനം പതുക്കെ അവിടെ നിന്നും ഞങ്ങൾ സന്നദ്ധ സേവകർ വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങി. അത്യാഹിതം നടന്ന അഭയാർത്ഥി ക്യാമ്പ് ലക്ഷ്യമാക്കി ഞങ്ങൾ ഓടി. അപ്പോഴും എൻ്റെ ഉള്ളിൽ നോവായി ദുൽഖർ മാത്രമായിരുന്നു. അവൻ അവിടേക്ക് പ്രവേശിച്ച സമയത്താണ് ആ പൊട്ടിത്തെറി നടന്നത്. ഓർക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ ഉള്ളം അങ്ങേയറ്റം പിടഞ്ഞു. പരിസരത്തെങ്ങും കറുത്ത പുകപടലത്തിനാൽ മുങ്ങി. ആളുകൾ നെട്ടോട്ടമോടുന്നു. ആംബുലൻസുകൾ പരക്കെ ചീറിപ്പായുന്നു. ഞാൻ ആ സമയം ദുൽഖറിനെ തിരഞ്ഞുകൊണ്ട് എല്ലായിടത്തും പരക്കെ ഓടി. പക്ഷേ ചിതറിത്തെറിച്ച മനുഷ്യർക്കിടയിൽ നിന്നും അവനെ വേർതിരിച്ചെടുക്കാൻ തനിക്ക് സാധിച്ചില്ല. സ്ഫോടനത്തിൽ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ടാകാമെന്ന് അവിടുത്തെ സാഹചര്യം കണ്ടപ്പോൾ മനസ്സിലായി. പരിക്കേറ്റവരെയും കൊണ്ട് എടുത്തോടുന്ന രംഗം മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. അതിലേറെ ദുൽഖറിനെ കാണാൻ സാധിക്കാത്തതിലെ വേദനയും. ആ സമയം എല്ലാം നിയന്ത്രണങ്ങളെയും കാറ്റിൽ പറത്തി ഞാൻ ഉച്ചത്തിൽ അവനെ വിളിച്ചു നോക്കി, ദുൽഖർ. പക്ഷേ കലങ്ങിമറിഞ്ഞ കലുഷിതമായ അന്തരീക്ഷത്തിൽ ആ ശബ്ദം അപ്രസക്തമായി. കലുഷിതമായ ഇരുട്ടണഞ്ഞ ഫെറിക്കോയിൽ സൂര്യൻ്റെ പൊൻകിരണം പ്രഭാത വെളിച്ചം പരത്തിയെങ്കിലും ഫെറിക്കോ തെളിഞ്ഞിരുന്നില്ല. അവിടെയെങ്ങും ജനങ്ങൾ നെട്ടോട്ടമോടുന്ന കാഴ്ചയും ചിലർ വാവിട്ട് നിലവിളിക്കുന്ന ശബ്ദവും മാത്രം. സൂത്രത്തിൽ ബോംബുകൾ വർഷിച്ചു ചോരപ്പുഴയൊഴുക്കി ശത്രു സൈന്യം അവരുടെ തനിഗുണം കാണിച്ചു.
വെടിനിർത്തലിന് ഒരു ദിവസം ബാക്കിയുണ്ടായിരുന്നിട്ടും ശത്രുക്കൾ ഒരു മൂഴം മുന്നേ ശരങ്ങൾ തൊടുത്തു. ഫെറിക്കോയിലെ ആ അഭയാർത്ഥി ക്യാമ്പിലെ 80% പേരും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ദുൽഖറിൻ്റെ മാതാപിതാക്കളടക്കം. അറിഞ്ഞപ്പോൾ ഉള്ളം വല്ലാതെ പിടഞ്ഞു. ഇനി അവന് ആര് എന്ന ചിന്ത എന്നെ തളർത്തിക്കളഞ്ഞു. എന്നാലും അവനെ അവിടെ ഇട്ടെറിഞ്ഞു പോകാൻ തൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അവനെ ഞാൻ കൂടെ കൂട്ടാൻ തന്നെ തീരുമാനിച്ചു. അവിടെയെല്ലാം ഞാൻ അവനെ തേടി. പരിസരത്തെങ്ങും അവനെ കണ്ടില്ല. ഒരു പക്ഷേ ആ ആക്രമണത്തിൽ അവനും. ഞാൻ ഓർത്തുപോയി. അങ്ങനെ കരുതാൻ മനസ്സനുവദിച്ചില്ല. വേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന് ഞാൻ ഉള്ളുനീറി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്നും ഞങ്ങളുടെ വാഹനത്തിനടുത്തേക്ക് തിരിച്ചു പോരുമ്പോഴാണ് ഞാൻ അത്ഭുതകരമായി ദുൽഖറിനെ അവിടെ തറയിൽ ഒരു സ്ലാബിൻ്റെ അടുത്ത് മുഖം കുനിച്ച് ഇരിക്കുന്നത് കണ്ടത്. അവൻ ധരിച്ച വസ്ത്രത്തിലെല്ലാം രക്തവും പുകപടലവും ചിതറിത്തെറിച്ചിരുന്നു. ഞാൻ മെല്ലെ അവനടുത്തേക്ക് ചെന്നു. പതുക്കെ അവനെ വിളിച്ചു, ദുൽഖർ. എൻ്റെ വിളി കേട്ട് അവൻ മെല്ലെ തലയുയർത്തി. കരഞ്ഞു കലങ്ങിയ അവൻ്റെ കണ്ണുകൾ അപ്പോൾ ചുവന്നു തുടുത്തിരുന്നു. അവൻ എന്നെ കണ്ടപാടെ മുഖം കുനിച്ചു. അവൻ്റെ ചെറു ചുണ്ടുകൾ വിതുമ്പലടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. ബാബ, ഉമ്മി, എല്ലാവരും എന്നെ വിട്ടുപോയി. ഇനി ഈ ലോകത്ത് എനിക്കാരുമില്ല. അവൻ്റെ ഇടറിയ സ്വരം പുറത്തേക്ക് വന്നു. ദുൽഖർ കണ്ണീരടക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അവന് ഇടറിപ്പോകുന്നു. ഞാനും പിടിച്ചു നിൽക്കാനാവാതെ കരഞ്ഞുപോയി. ഒരുവിധം വിതുമ്പലടക്കിക്കൊണ്ട് ഞാൻ അവനെ വിളിച്ചു, എന്നോടൊപ്പം വരാൻ. പക്ഷേ അവൻ കൂട്ടാക്കിയില്ല. ഞാൻ അവൻ്റെ കരം കവർന്നു. എന്നാൽ അവൻ എൻ്റെ കൈകൾ തട്ടിമാറ്റി എന്നിൽ നിന്നും വേഗം അകന്നുമാറി. ഞാൻ അവൻ്റെ നേർക്ക് എൻ്റെ ഹസ്തം വീണ്ടും നീട്ടി. പക്ഷേ അവൻ നടന്നു നീങ്ങുന്നതിനിടയിൽ എന്നെ നോക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. സന്നദ്ധ സേവകരുടെ വാഹനങ്ങൾ അതിർത്തി കടക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. 10-15ഓളം വാഹനങ്ങൾ നിരനിരയായി കിടക്കുകയാണ്. ഓരോ വാഹനങ്ങളും മെല്ലെ മെല്ലെ അതിർത്തികൾ കടക്കുകയാണ്. ഒപ്പം നമ്മുടെ വാഹനവും പതുക്കെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. എൻ്റെ കണ്ണുകൾ ദുൽഖറിനെ തിരയുകയായിരുന്നു. തകർന്ന് തരിപ്പണമായ അഭയാർത്ഥി ക്യാമ്പും പരിസരവും ഞാൻ എൻ്റെ കണ്ണുകളാൽ അരിച്ചു പെറുക്കി. പക്ഷേ അവനെ അവിടെയെങ്ങും കാണാൻ സാധിച്ചില്ല. ഉള്ളിൽ ഒറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, ദുൽഖർ ഒറ്റപ്പെട്ടു പോകരുതേ എന്ന പ്രാർത്ഥന. ആരെങ്കിലും അവന് തുണയുണ്ടാകണേ എന്ന പ്രാർത്ഥന മാത്രം. നമ്മുടെ വാഹനം അങ്ങനെ അല്പം വേഗതയോടെ അതിർത്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. വാഹനത്തിൻ്റെ ജാലകത്തിലൂടെ ഞാൻ ഫെറിക്കോയിലേക്ക് കണ്ണുകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ കണ്ണിൽ ഹൃദയം നുറുങ്ങുന്ന ആ കാഴ്ച കണ്ടത്. കറുത്ത അഴുക്കുപറ്റിയ ഡ്രസ്സ് ധരിച്ച് തോക്കുകൾ കയ്യിലേന്തിയ ഒരു പറ്റം പോരാളികളായ കറുത്ത വസ്ത്രധാരികൾക്കൊപ്പം അവർക്കിടയിൽ തീക്ഷ്ണമായ കണ്ണുകൾ കൂർപ്പിച്ച് ഇരയെ കാത്തിരിക്കുന്ന വേട്ടക്കാരനെ പോലെ കാവൽ നിൽക്കുന്ന 11 വയസ്സുകാരൻ ദുൽഖർ. അത് കണ്ടപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. ആ കാഴ്ച തൻ്റെ കണ്ണിലാകെ ഇരുട്ടുപടർത്തി.